ഒരിക്കൽ ഒരു സായാഹ്ന സമയം കാട്ടിൽ ഒരു നദീതീരത്ത് ആചാര്യ ചാണക്യനും ചന്ദ്രഗുപ്തനും നിശബ്ദരായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചന്ദ്രഗുപ്തന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. അവൻ ആചാര്യ ചാണക്യനെ നോക്കി വിനയത്തോട് ചോദിച്ചു, ഹേ ഗുരുദേവ്, ജീവിതത്തിൽ ആരാണ് വിജയം ആഗ്രഹിക്കാത്തത്? എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവർക്കും വിജയിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ചിലർ ഒരുപാട് ശ്രമിച്ചിട്ടും എവിടെ നിന്നോ അവിടെ തന്നെ തുടരുന്നത്, എന്നാൽ മറ്റു ചിലർ ഏറെ മുന്നേറുന്നത്? ചാണക്യൻ തന്റെ കൂർത്ത ദൃഷ്ടിയാൽ ചന്ദ്രഗുപ്തനെ നോക്കി കുറച്ചുനേരം മൗനമായിരുന്നു, ആ ചോദ്യത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതുപോലെ. എന്നിട്ട് ഗൗരവത്തോടെ പറഞ്ഞു, ചന്ദ്രഗുപ്ത, ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഈ ലോകത്തിൽ വിജയം ലഭിക്കുന്നത് വെറുതെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കോ ആത്മാർത്ഥതയുള്ളവർക്കോ വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്കോ മാത്രമല്ല. കാരണം അതുമാത്രം മതിയായിരുന്നെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരും ഇന്ന് വിജയിക്കുമായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഇതിനേക്കാൾ വളരെ ആഴത്തിലുള്ളതാണ്. വിജയം ലഭിക്കുന്നത് സ്വന്തം ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയും ആ ലക്ഷ്യത്തോട് അചഞ്ചലമായ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുകയും ചെയ്യുന്നവർക്കാണ്. കാരണം ഏകാഗ്രതയില്ലാത്ത കഠിനാധ്വാനം ദിശാബോധമില്ലാത്തതാണ്. ദിശാബോധമില്ലാത്ത ശ്രമങ്ങൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിക്കില്ല. ഓർക്കുക, വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം കഠിനാധ്വാനമല്ല, മറിച്ച് ഏകാഗ്രതയാണ്. ഒരു ലക്ഷ്യത്തിൽ നിന്റെ ശ്രദ്ധ പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതുവരെ നിനക്ക് വിജയം നേടാനാവില്ല, നീ എത്രത്തോളം പരിശ്രമിച്ചാലും ശരി. ചന്ദ്രഗുപ്തന് ഇത് കേട്ട് അല്പം ആശയക്കുഴപ്പമുണ്ടായി. അവന്റെ മുഖത്ത് ജിജ്ഞാസ പ്രകടമായിരുന്നു. അവൻ പറഞ്ഞു, ഗുരുദേവ്, അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കണം. പക്ഷേ ലക്ഷ്യവും ശ്രദ്ധയും മാത്രം എങ്ങനെ ഇത്ര വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്കിപ്പോഴും വ്യക്തമാകുന്നില്ല. ചാണക്യൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി ചന്ദ്രഗുപ്ത. ഇതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് ചന്ദ്രഗുപ്തനെയും കൂട്ടി കാട്ടിനുള്ളിലേക്ക് നടന്നു. കുറച്ചകലെയായി ശാന്തവും എന്നാൽ ആഴമുള്ളതുമായ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ തീരത്ത് ചെറിയ കല്ലുകൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ചാണക്യൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഈ കല്ലുകളിൽ നിന്ന് ഒരു വെളുത്ത ഉരുണ്ട കല്ല് കണ്ടെത്തിക്കൊണ്ടുവരിക. ചന്ദ്രഗുപ്തൻ ഉടനെ കല്ലുകൾ തിരയാൻ തുടങ്ങി. അവൻ ഓരോ കല്ലും എടുത്തു നോക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നതിനാൽ അവന്റെ ശ്രദ്ധ ഇടയ്ക്കിടെ വ്യതിചലിച്ചു. ചിലപ്പോൾ അവനൊരു കല്ലു നോക്കും, ചിലപ്പോൾ മറ്റൊന്ന്, ചിലപ്പോൾ ഇതായിരിക്കും ശരിയായ കല്ലെന്നവന് തോന്നും. എന്നാൽ വീണ്ടും മറ്റേതെങ്കിലും ആയിരിക്കാം എന്ന് കരുതും. ഈ ആശയക്കുഴപ്പത്തിൽ സമയം കടന്നുപോയി. പക്ഷെ അവന് ആ വെളുത്ത ഉരുണ്ട കല്ല് കണ്ടെത്താനായില്ല. അപ്പോൾ ചാണക്യൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. അവനെ നോക്കി പറഞ്ഞു, ചന്ദ്രഗുപ്ത, നദിക്കുള്ളിൽ ഇറങ്ങി നോക്കൂ, ചിലപ്പോൾ നിനക്കവിടെ ഉരുണ്ട കല്ല് ലഭിച്ചേക്കാം. ചന്ദ്രഗുപ്തൻ നദിയിലിറങ്ങി വെള്ളത്തിലേക്ക് കുനിഞ്ഞ് കല്ലുകൾ തിരയാൻ തുടങ്ങി. എന്നാൽ വെള്ളത്തിന്റെ ഒഴുക്കും ആഴവും കാരണം അവന്റെ ശ്രദ്ധ കൂടുതൽ വ്യതിചലിക്കാൻ തുടങ്ങി. അവൻ ശരിയായ കല്ല് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. പെട്ടെന്ന് ചാണക്യൻ അവന്റെ അടുത്തേക്ക് വന്ന് ഒന്നും പറയാതെ അവന്റെ തല പിടിച്ച് വെള്ളത്തിൽ മുക്കി. ചന്ദ്രഗുപ്തൻ പെട്ടെന്ന് ഭയന്നുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. സർവശക്തിയുമെടുത്ത് അവൻ കുതറിമാറാൻ ശ്രമിച്ചു. ആ സമയത്ത് അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും എനിക്ക് ഈ വെള്ളത്തിൽ നിന്ന് പുറത്തു കടക്കണം. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ചാണക്യൻ അവനെ പുറത്തേക്ക് വലിച്ചെടുത്തു. ചന്ദ്രഗുപ്തൻ വേഗത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങി. അവന്റെ മുഖത്ത് ഭയവും ദേഷ്യവുമുണ്ടായിരുന്നു. അവൻ ചോദിച്ചു, ഗുരുദേവ്, ഇതെന്തായിരുന്നു? അങ്ങെന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു? ചാണക്യൻ ശാന്തമായി ചോദിച്ചു. നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ നിന്റെ മനസ്സിൽ എന്തായിരുന്നു? ചന്ദ്രഗുപ്തൻ ഉടൻ മറുപടി നൽകി, ഇതെന്ത് ചോദ്യമാണ്? എന്റെ ജീവൻ അപകടത്തിലായിരുന്നു, എന്റെ ശ്വാസം നിലയ്ക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ മറ്റെന്താണ് ചിന്തിക്കുക? ആ സമയത്ത് എന്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം എന്ന ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ പൂർണ്ണബോധവും ആ ഒറ്റ കാര്യത്തിൽ മാത്രമായിരുന്നു. ചാണക്യൻ ആ നിമിഷം തന്നെ പറഞ്ഞു, ഇതാണ് വിജയത്തിന്റെ രഹസ്യം, ഇതാണ് ശ്രദ്ധ, ഇതാണ് ഏകാഗ്രത. ആ സമയത്ത് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിൽ നിന്റെ മനസ്സ് എങ്ങനെ കേന്ദ്രീകരിച്ചിരുന്നുവോ അതുപോലെ നിന്റെ മനസ്സ് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നിന്നെ തടയാൻ ആർക്കും കഴിയില്ല. എന്നാൽ നിന്റെ മനസ്സ് വീണ്ടും വീണ്ടും അലഞ്ഞുതിരിയുമ്പോഴും വ്യത്യസ്ത കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും നിനക്കൊരിക്കലും നിന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ഞാൻ നിന്നോട് ഒരു വെളുത്ത കല്ല് കണ്ടെത്താൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഉരുണ്ട കല്ല് കണ്ടെത്തുന്നതിൽ നീ ഇത്രയധികം കുടുങ്ങിപ്പോയി. ബാക്കിയുള്ള എല്ലാ കല്ലുകളും നീ അവഗണിക്കാൻ തുടങ്ങി. ആ വെളുത്ത കല്ല് നിന്റെ മുന്നിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അത് നേടാൻ നിനക്ക് ഇത്രയധികം അലഞ്ഞുതിരിയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ നീ നിന്റെ സ്വന്തം മിഥ്യാധാരണകളിൽ കുടുങ്ങിപ്പോയി. നിന്റെ ശ്രദ്ധ ചിതറിപ്പോയി. നിന്റെ ശ്രദ്ധ ഒട്ടും കേന്ദ്രീകരിച്ചിരുന്നില്ല. നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് കേവലം ഉരുണ്ട കല്ല് കണ്ടെത്തുന്നതിൽ മുഴുകി. അതും തികച്ചും മികച്ച ഒന്ന്. ചാണക്യൻ തുടർന്നു, ചന്ദ്രഗുപ്ത, ഇന്ന് ഞാൻ നിനക്ക് 4 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 4 കാര്യങ്ങൾ ഏതൊരു വ്യക്തിയും തന്റെ ജീവിതത്തിൽ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അവന് വിജയം നേടുന്നതിൽ നിന്ന് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തടയാനാവില്ല. അതിനാൽ ഈ കാര്യങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും കേൾക്കുക. നമസ്കാരം. ആചാര്യ ചാണക്യന്റെ ഇത്തരം വിജ്ഞാനപ്രദവും പ്രചോദനാത്മകവുമായ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമന്റിൽ ചാണക്യനീതി എന്ന് തീർച്ചയായും എഴുതുക.
അതുവഴി ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒട്ടും വൈകാതെ ഈ വിജ്ഞാനപ്രദമായ യാത്ര ആരംഭിക്കാം. ഒന്നാമത്തെ നിയമം: ലക്ഷ്യം നിർണയിക്കുക. ഹേ ചന്ദ്രഗുപ്ത, നിനക്ക് ജീവിതത്തിൽ ശരിക്കും മഹാനാകണമെങ്കിൽ, നിന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തണമെങ്കിൽ ആദ്യം നീ നിന്റെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യം നിശ്ചയിക്കണം. കാരണം ലക്ഷ്യമില്ലാത്ത ജീവിതം വഴിയിലൂടെ നടക്കുന്ന, എന്നാൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാത്തൊരു യാത്രക്കാരനെ പോലെയാണ്. ദിശ വ്യക്തമല്ലെങ്കിൽ ഒരു വഴിക്കും നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ കഴിയില്ല. ചന്ദ്രഗുപ്തൻ വിനയത്തോടെ ചോദിച്ചു: ഹേ ഗുരുദേവ്, ലക്ഷ്യം മാത്രമുണ്ടായാൽ മതിയോ, അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ആഴമുണ്ടോ? അപ്പോൾ ആചാര്യ ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു: ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹ ന ഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ. ഇതിനർത്ഥം പ്രവൃത്തികൾ സങ്കൽപ്പിക്കുന്നതുകൊണ്ടുമാത്രം പൂർത്തിയാകില്ല എന്നാണ്. അവ പൂർത്തിയാക്കാൻ കഠിനാധ്വാനം ചെയ്യണം. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിലേക്ക് മാൻ സ്വയം വന്നു വീഴാത്തതുപോലെ വെറുതെ സ്വപ്നം കാണുന്നതുകൊണ്ട് മാത്രം വിജയം ലഭിക്കില്ല. മറിച്ച് ആ സ്വപ്നത്തെ ലക്ഷ്യമാക്കി നിരന്തരം പരിശ്രമിക്കണം. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത മനുഷ്യന്റെ ജീവിതം പതുക്കെ അർത്ഥശൂന്യമായി മാറുന്നു. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ദിശ നൽകുന്ന അടിസ്ഥാനം ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ നമുക്കുള്ളിൽ ഒരു വ്യക്തതയുണ്ടാകും, ഒരു ഉദ്ദേശ്യമുണ്ടാകും. ഈ ഉദ്ദേശ്യമാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. എന്നാൽ ലക്ഷ്യമില്ലാത്തവന്റെ മനസ്സ് അലഞ്ഞുതിരിയുന്നു. അവൻ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുകയും അവന്റെ ഊർജ്ജം വെറുതെ പാഴാകുകയും ചെയ്യുന്നു. അദ്ദേഹം തുടർന്നു: സങ്കൽപ്പിക്കുക ചന്ദ്രഗുപ്ത, ഞാൻ നിന്നോട് ഈ വഴിയിലൂടെ നടക്കാൻ പറയുകയും എന്നാൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയാതിരിക്കുകയും ചെയ്താൽ നിനക്കെത്ര ദൂരം നടക്കാൻ കഴിയും? കുറച്ചു കഴിയുമ്പോൾ നീ ക്ഷീണിക്കും. നിന്റെ ആവേശം അവസാനിക്കുകയും നീ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം നിനക്ക് മുന്നോട്ടു പോകാൻ ഒരു കാരണവുമുണ്ടാകില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ലക്ഷ്യമില്ലെങ്കിൽ കഠിനാധ്വാനം അപൂർണമായി തുടരുകയും വ്യക്തി പെട്ടെന്ന് തോൽവി സമ്മതിക്കുകയും ചെയ്യുന്നു. ചന്ദ്രഗുപ്തൻ വീണ്ടും ചോദിച്ചു: ഗുരുദേവ്, അപ്പോൾ ലക്ഷ്യമാണോ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തി? ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അതെ ചന്ദ്രഗുപ്ത, ലക്ഷ്യമാണ് ഓരോ ദിവസവും എഴുന്നേൽക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ശക്തി. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും തോൽവി സമ്മതിക്കാൻ അനുവദിക്കാത്ത ശക്തി. നിനക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ നിന്റെ മനസ്സ് തനിയെ ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിന്റെ ശീലങ്ങൾ മാറാൻ തുടങ്ങും. നിന്റെ സമയം ശരിയായ ദിശയിൽ ഉപയോഗിക്കപ്പെടും. പതുക്കെ നിന്റെ മുഴുവൻ ജീവിതവും ആ ലക്ഷ്യത്തിനനുസരിച്ച് രൂപപ്പെടാൻ തുടങ്ങും. അദ്ദേഹം വിശദീകരിച്ചു: എന്നാൽ ഓർക്കുക, ലക്ഷ്യം വെറുമൊരു സ്വപ്നമായിരിക്കരുത്. മറിച്ച് അത് നിന്നെ സമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കാത്തത്ര ശക്തമായിരിക്കണം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു തീ നിന്റെ ഉള്ളിൽ അത് സൃഷ്ടിക്കണം. കാരണം ലക്ഷ്യത്തോടുള്ള നിന്റെ അർപ്പണബോധവും വിശ്വാസവും അചഞ്ചലമാകുമ്പോൾ മാത്രമേ ആ സ്വപ്നം പതുക്കെ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങുകയുള്ളൂ. ചന്ദ്രഗുപ്തൻ ഇപ്പോൾ പൂർണ്ണമായും മനസ്സിലായി. അവൻ പറഞ്ഞു: ഹേ ഗുരുദേവ്, വിജയത്തിന്റെ തുടക്കം ലക്ഷ്യത്തിൽ നിന്നാണെന്നും ലക്ഷ്യമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ അപൂർണമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ചാണക്യൻ അവസാനം പറഞ്ഞു: ഓർക്കുക ചന്ദ്രഗുപ്ത, വിജയത്തിലേക്കുള്ള യാത്രയുടെ ആദ്യപടിയാണ് ലക്ഷ്യനിർണയം. ദിശ ശരിയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ദിശ തെറ്റാണെങ്കിലോ വ്യക്തമല്ലെങ്കിലോ നീ എത്ര നടന്നാലും എത്തേണ്ട സ്ഥലത്ത് നിനക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. രണ്ടാമത്തെ നിയമം: സമയത്തിന്റെ വില മനസ്സിലാക്കുക. ഹേ ചന്ദ്രഗുപ്ത, ജീവിതത്തിൽ നിനക്ക് ശരിക്കും മുന്നേറണമെങ്കിൽ, നിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ നീ സമയത്തിന്റെ വില മനസ്സിലാക്കണം. കാരണം ഈ ലോകത്തിൽ സമയത്തേക്കാൾ വിലപ്പെട്ട മറ്റൊരു സമ്പത്തില്ല. ഒരിക്കൽ കടന്നുപോയ സമയം പിന്നീട് ഒരിക്കലും തിരിച്ചുവരില്ല. സമയത്തെ വിലമതിക്കാത്തവനെ സമയവും വിലമതിക്കില്ല. ചന്ദ്രഗുപ്തൻ വിനയത്തോടെ ചോദിച്ചു: ഹേ ഗുരുദേവ്, സമയം പ്രധാനമാണെന്ന് ആളുകൾക്കറിയാം. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് അത് വെറുതെ പാഴാക്കുന്നത്? അപ്പോൾ ആചാര്യ ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു: കാലഃ പചതി ഭൂതാനി കാലഃ സംഹരതേ പ്രജാഃ കാലഃ സുപ്തേഷു ജാഗർത്തി കാലോഹി ദുരതിക്രമഃ. ഇതിനർത്ഥം സമയം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതും അവയെ ഇല്ലാതാക്കുന്നതുമെന്നാണ്. സമയം എല്ലാവരെയും ഭരിക്കുന്നു. എല്ലാവരും ഉറങ്ങുമ്പോഴും സമയമുണർന്നിരിക്കുന്നു. സമയത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല. അതായത് സമയമാണ് ഏറ്റവും ശക്തൻ, അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. തുടർന്ന് ചാണക്യൻ പറഞ്ഞു: ചന്ദ്രഗുപ്ത, വെറും കാര്യങ്ങൾക്കും മടിക്കും അനാവശ്യ പ്രവൃത്തികൾക്കുമായി സമയം പാഴാക്കുന്ന വ്യക്തി സ്വന്തം ഭാവിയെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത്. കാരണം ലക്ഷ്യത്തിലെത്താനുള്ള ഒരേയൊരു മാധ്യമം സമയമാണ്. ഈ മാധ്യമം നശിച്ചാൽ വിജയം വെറുമൊരു സ്വപ്നമായി മാറും. അദ്ദേഹം തുടർന്നു: നോക്കൂ, നിനക്കൊരു ലക്ഷ്യമുണ്ടാകുമ്പോൾ സമയത്തിന്റെ ഓരോ നിമിഷവും നിനക്ക് വിലപ്പെട്ടതായി മാറുന്നു. ഓരോ നിമിഷവും നീ ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ലക്ഷ്യമില്ലാത്തപ്പോൾ സമയം ഒരു ഭാരമായി തോന്നുകയും മനുഷ്യൻ അത് വെറുതെ കളയുകയും ചെയ്യുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും പലർക്കും വിജയിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവർ തങ്ങളുടെ സമയം ശരിയായി ഉപയോഗിക്കാത്തതാണ്. ചന്ദ്രഗുപ്തൻ ചോദിച്ചു: ഗുരുദേവ്, സമയത്തിന്റെ ശരിയായ ഉപയോഗം എങ്ങനെയാണ് സാധ്യമാക്കുക? ചാണക്യൻ മറുപടി നൽകി: ഓരോ നിമിഷവും നിന്നെ ചിലത് പഠിപ്പിക്കാനാണ് വരുന്നതെന്ന് നീ മനസ്സിലാക്കണം. അതിനാൽ നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന പ്രവൃത്തികളിൽ മാത്രം നിന്റെ സമയം വിനിയോഗിക്കുക. നിന്റെ സമയം പാഴാക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം തെറ്റായ കൂട്ടുകെട്ടാണ് സമയത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം. ഓർക്കുക,
സമയത്തിന്റെ ശരിയായ ഉപയോഗം മാത്രമാണ് നിന്നെ സാധാരണക്കാരനിൽ നിന്ന് അസാധാരണക്കാരനാക്കുന്നത്. അദ്ദേഹം തുടർന്നു, നീ സമയത്തെ ബഹുമാനിച്ചാൽ സമയം നിനക്ക് വിജയം നൽകും. എന്നാൽ നീ സമയത്തെ അവഗണിച്ചാൽ സമയം നിന്നെ പിന്നിലാക്കും. ചാണക്യൻ അവസാനം പറഞ്ഞു, ഓർക്കുക ചന്ദ്രഗുപ്ത, സമയം ഒരിക്കലും ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. അതിനാൽ സമയത്തിനൊപ്പം നടക്കാൻ പഠിക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ കഴിയൂ. മൂന്നാമത്തെ നിയമം, അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം വളർത്തുക. ഹേ ചന്ദ്രഗുപ്ത, നിന്റെ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ മനസ്സിനെയും ശരീരത്തെയും ശക്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം നീ വളർത്തിയെടുക്കണം. കാരണം പ്രഭാതസമയം ഏറ്റവും പവിത്രവും ഏറ്റവും ശക്തവുമാണ്. ഈ സമയത്ത് പ്രകൃതി ശാന്തമായിരിക്കും, അന്തരീക്ഷം ശുദ്ധമായിരിക്കും, മനസ്സ് ഏകാഗ്രമായിരിക്കും. ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ഹേ ഗുരുദേവ്, രാവിലെ എഴുന്നേൽക്കുന്നത് ശരിക്കും ഇത്ര വലിയ മാറ്റമുണ്ടാക്കുമോ? അപ്പോൾ ആചാര്യ ചാണക്യൻ പറഞ്ഞു, ബ്രാഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷഃ തത്ര സർവാർത്ഥസിദ്ധി സ്യാത് സർവപാപ പ്രണാശനം. ഇതിനർത്ഥം മനുഷ്യൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാണ്. കാരണം ഈ സമയം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ്. ഈ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ വിജയം നൽകുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ചാണക്യൻ പറഞ്ഞു, ചന്ദ്രഗുപ്ത, നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മനസ്സ് ശാന്തമായിരിക്കും, നിന്റെ ബുദ്ധി കൂർമ്മതയുള്ളതായിരിക്കും, നിനക്ക് നിന്റെ ജോലികൾ കൂടുതൽ വ്യക്തതയോടെ ചെയ്യാൻ കഴിയും, നിന്റെ ലക്ഷ്യത്തിനായി ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സമയം ഇതാണ്. അദ്ദേഹം തുടർന്നു, വൈകി ഉറങ്ങുന്ന വ്യക്തി തന്റെ ദിവസത്തിന്റെ തുടക്കം തന്നെ മടിയോടെയാണ് ആരംഭിക്കുന്നത്. അവന്റെ മനസ്സിന് ഭാരം അനുഭവപ്പെടുകയും അവന് തന്റെ ജോലികളിൽ പൂർണ്ണ ഊർജ്ജം നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിരാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തി തന്റെ ദിവസത്തിന്റെ തുടക്കം ഊർജ്ജത്തോടും ആവേശത്തോടും വ്യക്തതയോടും കൂടിയാണ് ആരംഭിക്കുന്നത്. ഈ കാര്യമാണ് അവനെ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തിക്കുന്നത്. ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ഗുരുദേവ്, നേരത്തെ എഴുന്നേൽക്കുന്നത് മാത്രം മതിയോ? ചാണക്യൻ മറുപടി നൽകി, അല്ല, എന്നാൽ ഇത് അച്ചടക്കത്തിന്റെ തുടക്കമാണ്. നീ രാവിലെ എഴുന്നേറ്റ് ധ്യാനിക്കുകയും പഠിക്കുകയും നിന്റെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പതുക്കെ ഈ ശീലം നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകും. ഈ ശീലമാണ് നിന്നെ മഹാനാക്കുന്നത്. അദ്ദേഹം തുടർന്നു, എന്നാൽ ഇതിനായി നീ രാത്രി കൃത്യസമയത്ത് ഉറങ്ങേണ്ടതും അത്യാവശ്യമാണ്. നിന്റെ ശരീരത്തിന് മതിയായ വിശ്രമം നൽകുക. കാരണം ആരോഗ്യമുള്ള ശരീരത്തിനും ശാന്തമായ മനസ്സിനും മാത്രമേ നിന്നെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയൂ. ചന്ദ്രഗുപ്തൻ വിനയത്തോടെ പറഞ്ഞു, ഹേ ഗുരുദേവ്, പ്രഭാതസമയം യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണെന്നും അത് ശരിയായി ഉപയോഗിക്കുന്നതാണ് ബുദ്ധിയെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. ചാണക്യൻ അവസാനം പറഞ്ഞു, ഓർക്കുക ചന്ദ്രഗുപ്ത, അച്ചടക്കത്തോടെ ദിവസം ആരംഭിക്കുന്ന വ്യക്തിയുടെ മുഴുവൻ ജീവിതവും ചിട്ടയുള്ളതാകുന്നു. ആ വ്യക്തിയാണ് പിന്നീട് മഹാനായി മാറുന്നത്. നാലാമത്തെ നിയമം, ചിന്തകൾ പോസിറ്റീവാക്കുക, സ്വയം പ്രചോദിപ്പിക്കുക. ഹേ ചന്ദ്രഗുപ്ത, ജീവിതത്തിൽ നിനക്ക് ശരിക്കും മഹാനാകണമെങ്കിൽ, ഏതു സാഹചര്യത്തിലും ഉറച്ചുനിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ചിന്തകളെ നീ പോസിറ്റീവാക്കണം. കാരണം മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയായി മാറുന്നു. അവന്റെ ചിന്തയാണ് അവന്റെ ഭാവിയെ നിർമ്മിക്കുന്നത്. ചന്ദ്രഗുപ്തൻ വിനയത്തോടെ ചോദിച്ചു, ഹേ ഗുരുദേവ്, നല്ല ചിന്തകൾ ഉള്ളതുകൊണ്ട് മാത്രം വിജയം നേടാനാകുമോ, അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? അപ്പോൾ ആചാര്യ ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു, മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹ ബന്ധായ വിഷയാസക്തം മുക്തിയെ നിർവിഷയം സ്മൃതം. ഇതിനർത്ഥം മനുഷ്യന്റെ മനസ്സുതന്നെയാണ് അവന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം എന്നാണ്. മനസ്സ് വിഷയങ്ങളിൽ ആസക്തമായി നെഗറ്റിവിറ്റിയിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ മനസ്സ് അവനെ ബന്ധിക്കുന്നു. എന്നാൽ അതേ മനസ്സ് പോസിറ്റീവാവുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്താൽ അതവനെ സ്വതന്ത്രനാക്കുന്നു. തുടർന്ന് ചാണക്യൻ പറഞ്ഞു, ചന്ദ്രഗുപ്ത, നിന്റെ ചിന്ത പോസിറ്റീവാകുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു പുതിയ ഊർജ്ജമുണ്ടാകുന്നു. ഓരോ സാഹചര്യത്തെയും നീ ഒരു അവസരമായി കാണാൻ തുടങ്ങുന്നു. ബുദ്ധിമുട്ടുകൾ നിന്നെ ഭയപ്പെടുത്തുകയില്ല, മറിച്ച് നിന്നെ കൂടുതൽ ശക്തനാക്കുന്നു. എന്നാൽ നിന്റെ ചിന്ത നെഗറ്റീവാകുമ്പോൾ ചെറിയൊരു പ്രശ്നം പോലും നിനക്ക് വലുതായി തോന്നുകയും ശ്രമിക്കാതെ തന്നെ നീ തോൽവി സമ്മതിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തുടർന്നു, ഓർക്കുക, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകുക സ്വാഭാവികമാണ്. പോരാട്ടങ്ങളില്ലാതെ ആരും വിജയിക്കുന്നില്ല. എന്നാൽ വ്യത്യാസം ചിന്തയിൽ മാത്രമാണ്. ബുദ്ധിമുട്ടുകൾ കണ്ട് ഭയപ്പെടുന്നവൻ അവിടെ തന്നെ നിൽക്കുന്നു. അവയെ ഒരു വെല്ലുവിളിയായി കണ്ട് മുന്നോട്ടു പോകുന്നവനാണ് വിജയം നേടുന്നത്. ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ഗുരുദേവ്, മനസ്സിൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ സ്വയം എങ്ങനെ നിയന്ത്രിക്കണം? ചാണക്യൻ മറുപടി നൽകി, അത്തരം സമയങ്ങളിൽ നീ നിനക്ക് തന്നെ അഫർമേഷൻ നൽകുകയും സ്വയം പ്രചോദിപ്പിക്കുകയും വേണം. അസാധ്യമായി ഒന്നുമില്ല എന്ന് നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നീ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കണ്ടെത്താനാകും. നിന്റെ മനസ്സെപ്പോഴെങ്കിലും പതറിപ്പോയാൽ നിന്റെ ഗുരുവിന്റെയോ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ യോഗ്യനായ ഏതെങ്കിലും വ്യക്തിയുടെയോ മാർഗ്ഗനിർദ്ദേശം നീ തീർച്ചയായും തേടണം. കാരണം ശരിയായ മാർഗ്ഗനിർദ്ദേശം നിന്നെ വീണ്ടും ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരും. അദ്ദേഹം തുടർന്നു, അതോടൊപ്പം നീ എപ്പോഴും സന്തോഷവാനായിരിക്കാനും ശ്രമിക്കണം. കാരണം സന്തോഷമുള്ള മനസ്സിനെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. എപ്പോഴും ദുഃഖിതനും നിരാശനുമായിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഒരിക്കലും സ്ഥിരമായിരിക്കില്ല. അവന് തന്റെ ജോലികളിൽ പൂർണ്ണശേഷിയോടെ സംഭാവന നൽകാനും കഴിയില്ല. എന്നാൽ പുഞ്ചിരിയോടെ ജീവിക്കുന്നവൻ താൻ സന്തോഷവാനായിരിക്കുക മാത്രമല്ല, ചുറ്റുമുള്ളവർക്കും
പോസിറ്റീവ് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. ചന്ദ്രഗുപ്തൻ വിനയത്തോടെ പറഞ്ഞു, ഹേ ഗുരുദേവ്, മനുഷ്യനെ ഉയർത്താനും താഴെയിറക്കാനും കഴിയുന്ന ശക്തിചിന്തയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ചാണക്യൻ അവസാനം പറഞ്ഞു, ഓർക്കുക ചന്ദ്രഗുപ്ത, നിന്റെ മനസ്സിനെ നീ കീഴടക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തടയാനാവില്ല. കാരണം നിന്റെ ചിന്ത പോസിറ്റീവ് ആവുകയും നീ നിനക്ക് തന്നെ നിരന്തരം അഫർമേഷൻ നൽകുകയും ചെയ്യുമ്പോൾ വിജയം കേവലമൊരു ഫലം മാത്രമായി മാറുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതോടുകൂടി നാം ഈ വിജ്ഞാനപ്രദമായ ചർച്ചയുടെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ആചാര്യ ചാണക്യന്റെയും ചന്ദ്രഗുപ്തന്റെയും ഈ സംഭാഷണത്തിൽ നിന്ന് ജീവിതത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു പുതിയ ദിശ ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഈ 4 നിയമങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ദൃഢതയോടെ മുന്നേറാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ തീർച്ചയായും അറിയിക്കുക. ഇത്തരം പ്രചോദനാത്മകവും വിജ്ഞാനപ്രദവുമായ കാര്യങ്ങൾ തുടർന്നും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.